ശബരിമലയിൽ ഇരുമുടിക്കെട്ടിനൊപ്പം തെങ്ങിൻ തൈകൾ കൊണ്ടുവന്ന ആചാരം തുടർന്ന് നിരവധി സ്വാമിമാർ 18ാം വർഷം മല കയറുമ്പോഴാണ് സ്വാമിമാർ തെങ്ങിൻ തൈകൾ കൊണ്ടുവരുന്നത്. പണ്ടുകാലം മുതലുള്ള ആചാരമാണ് ഇപ്പോഴും തുടരുന്നത്. കഠിന വ്രതമെടുത്ത് കഠിനപാതകളിലൂടെ നഗ്നപാതനായി കാനന വഴിയിലൂടെ നടന്നാണ് സ്വാമിമാർ ശബരിമല സന്നിധാനത്തെത്തുന്നത്. സന്നിധാനത്തെത്തി 18 പടിയും ചവിട്ടിക്കയറി സ്വാമിമാർ അയ്യനെ കണ്ട് സായുജ്യമടഞ്ഞ് മടങ്ങുന്നു. ഇങ്ങനെ 18ാം വർഷം മല കയറിയെത്തുന്ന സ്വാമിമാരാണ് ഇരുമുടിക്കെട്ടിൽ തെങ്ങിൻ തൈ കൊണ്ടുവരുന്നത്. ഇതോടെ ഇവർക്ക് ഗുരുസ്വാമി പദം ലഭിക്കുന്നു. പണ്ടു മുതൽ തുടരുന്ന ആചാരമാണിത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങൾ തെങ്ങ് കൊണ്ടുവരിക എന്നുള്ളത് 18 വർഷം പൂർത്തിയാക്കിയിട്ടുള്ളവർ ഒരു പടി അങ്ങനെ 18 പടിയും ചവിട്ടി കയറുമ്പോൾ 18 വർഷം പൂർത്തിയാക്കുമ്പോൾ അവർക്കൊരു ഗുരുസ്വാമി എന്നുള്ളൊരു സ്ഥാനം കിട്ടും. അപ്പോൾ ആ 18ാമത്തെ വർഷം വരുമ്പോൾ തെങ്ങ് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പക്ഷേ ഇതിനു മുമ്പുള്ള ആരെങ്കിലുമൊക്കെ അന്നുള്ള തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ അവരാരെങ്കിലും പറഞ്ഞതായിരിക്കാം തെങ്ങ് കൊണ്ടുവന്നോളൂ. ആ തെങ്ങ് കൊണ്ടുവന്നോളൂ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു അധികാര അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പറയുമ്പോൾ അത് ആചരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്നാൽ ഭക്തർ ഇങ്ങനെ കൊണ്ടുവരുന്ന തെങ്ങിൻ തൈ ശബരിമലയിൽ നടാൻ സൗകര്യമില്ല. നിരവധി സ്വാമിമാർ തൈ കൊണ്ടുവരുന്നതും പ്രതിസന്ധി ഉണ്ടാക്കുന്നു. പലരും കൊണ്ടുവന്ന തെങ്ങിൻ തൈ ഭസ്മക്കുളത്തിന് സമീപമടക്കം സമർപ്പിക്കേണ്ടി വരുന്നു. കൂടുതൽ പേർ കൊണ്ടുവരുമ്പോൾ ഇത് പ്രായോഗികമായി നടാനും സാധിക്കുന്നില്ല. പിന്നീട് ഈ തെങ്ങിൻ തൈകൾ ദേവസ്വം ബോർഡ് വെച്ച് പിടിപ്പിക്കാതെ വലിയ തുകയ്ക്ക് വിൽക്കുന്നു. സന്നിധാനത്തു നിന്നും ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം ശിവദാസ് കന്മനം, ജനം.